നമസ്കാരം, വെൽക്കം മൈ ചാനൽ. അങ്ങനെ ഒരു കളിയും കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റു. അതുകൂടാതെ 11 കളിയിൽ ഇപ്പം 11 പോയിൻ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ പോയിൻ്റുള്ളൂ. അതുപോലെ ബാംഗ്ലൂരിന് ഇപ്പം 11 മാച്ചിൽ 23 പോയിൻ്റായിട്ട് ടോപ്പിലാണ്. ഇപ്പം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞ ഒരു ഡേഞ്ചർ സിറ്റുവേഷനാണ് ഇപ്പം നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഫോർമേഷൻ 4-2-3-1 ഫോർമേഷൻ ശൈലിയിലാണ് ഇന്നലെ കളിക്കാൻ ഇറങ്ങിയത്. അതുപോലെ ബാംഗ്ലൂർ ഇറങ്ങിയ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ 4-3-3 എന്ന ഫോർമേഷനാണ് ഇറങ്ങിയത്. ഇന്നലെ കുറച്ച് ചേഞ്ചസ് ആയിട്ടാണ് ബാംഗ്ലൂർ ഇറങ്ങിയത്. റിയാൻ വില്യംസിനെ റിങ്ങിലോട്ടിട്ടു. അതുകൂടാതെ ഫോർമേൻ ലൈനിൽ മെൻഡൽസിനെ ഇട്ടു. അതായിരുന്നു ബാംഗ്ലൂരിൻ്റെ ചേഞ്ചസുകൾ ഉണ്ടായിരുന്നത്. അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിലും ഇതുപോലെ കുറച്ച് ചേഞ്ചസുകൾ ഉണ്ടായിരുന്നു. ലെവലിൽ കോറോ സിംഗ് വന്നായിരുന്നു. അതുപോലെ കൊയ്ഫിനെ ഡിഫൻഡ് ഡ്യൂട്ടിക്കായിട്ട് ഇട്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂരിൻ്റെ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അതുപോലെ ഫസ്റ്റ് ഗോൾ അടിച്ചത് ബാംഗ്ലൂരാണ് ഗോൾ അടിച്ചത്. റിയാൻ വില്യംസിൻ്റെ ക്രോസിലൂടെ സുനിൽ ഛേത്രി പോസ്റ്റിൽ വലയിൽ കയറ്റി. അങ്ങനെ ഒരു ഗോള് കയറി. ഫസ്റ്റ് ഗോള് 8-ാം മിനിറ്റിലായിരുന്നു വന്നത്. അങ്ങനെ ഫസ്റ്റ് ഗോള് കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങി. അതുപോലെ സെക്കൻഡ് ഗോളും ഇതുപോലെ റിയാൻ വില്യംസ് ഒരു മിസ് കാരണമാണ് ആ സെക്കൻഡ് ഗോൾ വരാൻ കാരണം. കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ടൈം അത്ര ഒരു നല്ല കളിയല്ല കളിച്ചത്. ഒരു അറ്റാക്കിന് പോയാലും അവർ നൈസായി ഡിഫെൻഡ് ചെയ്ത് കളയുകയും അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ആ ഒരു ഫസ്റ്റ് ഹാഫ് അങ്ങനെ തള്ളി നീക്കി. നല്ലൊരു സിറ്റുവേഷൻ ഒന്നും നമുക്കൊന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്കൊന്നും തോന്നിയില്ല. സെക്കൻഡ് ഹാഫ് കേരള ബ്ലാസ്റ്റേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഒരു 10 മിനിറ്റ് വരെ അറ്റാക്ക് ഉണ്ടായാലും ഡിഫൻസ് അത്ര സ്ട്രോങ് അല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ. അതുകൂടാതെ ഫസ്റ്റ് ഗോൾ വരാൻ കാരണം നോഹ സദൂരിയുടെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് ഫസ്റ്റ് ഗോൾ വരാൻ കാരണം. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ നോഹ സദൂരി ഇറങ്ങിക്കൂടെ വന്ന് അറ്റാക്ക് ചെയ്ത് ബോൾ ജിമിനിസ് എടുത്തു. അങ്ങനെ ഫസ്റ്റ് ഗോൾ കയറി. ജിമിനിസ് ഗോൾ അടിച്ചു. 8 ഗോളായിരുന്നു ജിമിനിസിൻ്റെ വക കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്. സെക്കൻഡ് ഗോൾ വരാൻ കാരണം കണ്ടിന്യൂസ് ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയുണ്ടായി. അതുപോലെ ഒരു കോർണർ വിൻ ചെയ്തു. അങ്ങനെ ആ കോർണർ വഴിയാണ് ഫസ്റ്റ് ഗോൾ വരാൻ കാരണം. അത് ലൂണയുടെ ഒരു സുന്ദരമായിട്ടുള്ള ഒരു ക്രോസ് കാരണം ഫ്രെഡി അങ്ങനെ തലവെച്ച് ഗോൾ കയറ്റി. അങ്ങനെ ഒരു രണ്ടാമത്തെ ഗോൾ നമുക്ക് കിട്ടിയായിരുന്നു. ഇങ്ങനെ ഡിഫെൻഡ് ചെയ്ത ബാംഗ്ലൂർ FC അറ്റാക്കുമായിട്ട് ഒന്ന് വലിഞ്ഞായിരുന്നു. അറ്റാക്കുമായിട്ട് വലിഞ്ഞപ്പോഴായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിസ് കാരണമാണ് അടുത്ത 3ാമത്തെ ഗോൾ വരാനുണ്ടായത്. ഡയാസിൻ്റെ ഒരു ഫിസിക്കലി കാരണമാണ് ഒരു അസിസ്റ്റൻ്റ് കൊടുത്ത് അങ്ങനെ സുനിൽ ഛേത്രി ഫിനിഷ് ചെയ്തു 3ാമത്തെ ഗോൾ. അടുത്ത് 4ാമത്തെ ഗോൾ ബാംഗ്ലൂർ വരാൻ കാരണം അതൊരു മിസ് കാരണമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ലാസ്റ്റ് നിമിഷം എക്സ്ട്രാ ടൈമിൽ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാവരും ഒരു ഗോൾ അടിക്കാൻ വേണ്ടി അറ്റാക്ക് ചെയ്ത് എന്തായാലും പോകും. അങ്ങനെ ഒരു മിസ് കാരണമാണ് ഒരു 4ാമത്തെ ഗോൾ വരാൻ കാരണം. അങ്ങനെ സുന്ദരമായിട്ടാണ് സുനിൽ ഛേത്രി ആ ഒരു ഗോൾ ഫിനിഷ് ചെയ്തത്. 4ാമത്തെ ഗോൾ ഫിനിഷ് ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സീൽ ചെയ്തു. ഡിഫൻഡ് ശരിയാവാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഗോൾ വഴങ്ങിക്കൊണ്ടിരിക്കും. ഡിഫൻഡ് എന്ന് ചെയ്യണം, അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കും. ഇനി കേരള പറ്റി നോക്കണമെങ്കിൽ ഇനി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഈ ഒരു കളിയാണെങ്കിൽ പറ്റത്തില്ല, ജയിക്കാനൊന്നും പറ്റത്തില്ല, പ്ലേ ഓഫിൽ കയറാൻ പറ്റത്തില്ല. അതുകൂടാതെ ഈ ഡിഫൻഡ് എന്ന് ശരിയാവണമെന്ന് അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു തുടങ്ങും. പണ്ട് നമുക്കൊരു വാക്ക് കേട്ടുണ്ടായിരുന്നു, അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ്. ഈ അറ്റാക്ക് പോകുമ്പോൾ ഡിഫൻസ് ഇല്ല. ഈ ഡിഫൻസ് ഒന്ന് ശരിയാകണം. അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ഡിഫൻസ് ഇല്ല. അതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രശ്നം. അങ്ങനെ പറഞ്ഞ് ഈ വീഡിയോയിൽ നിർത്തുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം.